നമ്മളുടെ പാരൻസ് ഒക്കെ മുമ്പ് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. മുമ്പൊക്കെ 500 രൂപ വെച്ചിട്ട് ഒരാഴ്ചത്തെ എൻറ്റയർ ചെലവെടുക്കായിരുന്നു എന്നുള്ളത്. പക്ഷെ ഇന്ന് അതേ 500 രൂപ വെച്ചിട്ട് ഒരു ദിവസം തള്ളി നിൽക്കാൻ തന്നെ നമ്മളൊക്കെ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യാണ്. ശരിയല്ലേ? എന്തുകൊണ്ടായിരിക്കും ഇത്? സാധനങ്ങളുടെ വില കൂടുന്നതുകൊണ്ടാണോ അതോ 500 രൂപയുടെ മൂല്യം കുറയുന്നതുകൊണ്ടാണോ? വാട്ട് യു ഗൈസ് തിങ്ക്? നിങ്ങളുടെ ഒപ്പീനിയൻ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തോളൂ. സോ കൂടുതൽ സമയം കളയാതെ ലെറ്റ്സ് ഡയറക്ട്ലി ഡൈവ് ഇൻടു ദ ടോപ്പിക്. ഫസ്റ്റ് ഒരു കമ്പാരിസൺ നോക്കാം. 1990 അതായത് നമ്മുടെ പാരൻസിൻ്റെ ഒക്കെ ജനറേഷനിൽ അവർ ഒരു മൂവിക്ക് പോകണമെന്ന് വെച്ചാൽ ദ പ്രൈസ് യൂഷ്വലി 10 to 15 റുപ്പീസ് ആയിരുന്നു. ബസ് ഫെയർ ഒരു 3 റുപ്പീസ് ആയിരുന്നു. പെട്രോൾ ഫെയർ മാക്സിമം 15 രൂപ മാത്രമായിരുന്നു. അതായത് അവർക്ക് ഒരാഴ്ചത്തെ ചിലവുകൾ 500 രൂപ വെച്ചിട്ട് സുഖമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മളൊരു മൂവിക്ക് പോകണമെന്ന് ചോദിച്ചാൽ മൂവി ടിക്കറ്റിൻ്റെ പ്രൈസ് ഏകദേശം 200 മുതൽ 300 രൂപ വരെയാണ്. പെട്രോളിൻ്റെ പ്രൈസ് 100ന് മുകളിലാണ്. മറ്റ് സാധനങ്ങളുടെ പ്രൈസ് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾക്കിപ്പം ഇതേ 500 രൂപ വെച്ചിട്ട് മാക്സിമം ടു മാക്സിമം 1-2 ദിവസം കഷ്ടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. എന്താ സംഭവം? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നതോറും പണത്തിൻ്റെ പേർച്ചേസിങ് പവർ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ദിസ് ഈസ് വാട്ട് ഇൻഫ്ലേഷൻ ഈസ്. ഇനി ഇൻഫ്ലേഷൻ്റെ റീസൺസ്, അതായത് എന്തുകൊണ്ടാണ് സാധനങ്ങളുടെ വില കൂടുന്നത് എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കാം. സപ്പോസ് നിങ്ങളുടെ നാട്ടിൽ ഒരു ഫേമസ് ബേക്കറി ഉണ്ടായിരുന്നു. അവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പപ്സ് കിട്ടാറുണ്ട്. അവിടെ ഷോപ്പ് ഓണർ ഡെയിലി 100 പീസസ് ഓഫ് പബ്സ് ആണ് ഉണ്ടാക്കാറുള്ളത്. പെട്ടെന്ന് ഒരു ദിവസം ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ വരുന്നു, റീലിടുന്നു, ഭയങ്കര ഫേമസ് ആവുന്നു, ബെസ്റ്റ് ഇൻ ടൗൺ പബ്സ് ആണ്, എല്ലാവരും മസ്റ്റ് ട്രൈ ആണെന്നൊക്കെ പറയുന്നു. പിന്നീട് അങ്ങോട്ട് 300 പേര് അവിടെ ക്യൂ നിൽക്കുകയാണ്. പക്ഷെ അവിടെ ഉണ്ടാക്കുന്ന പബ്സുകളുടെ എണ്ണം വെറും 100 മാത്രമാണ്. ദാറ്റ് ഈസ് ഡിമാൻഡ് ഈസ് 300 ബട്ട് ദ സപ്ലൈ ഈസ് 100. സപ്ലൈനേക്കാൾ കൂടുതലാണ് ഡിമാൻഡ് ഇരിക്കുന്നത്. ആ സിറ്റുവേഷനിൽ ഷോപ്പ് ഓണർ ഒബ്വിയസ്ലി ചിന്തിക്കും, ആൾക്കാർ വാങ്ങാൻ കൂടുതലുണ്ടല്ലോ, പ്രൈസ് കുറച്ച് കൂട്ടിയിട്ടാൽ എന്താ, പ്രൈസ് 20 നിന്ന് 30 ആക്കുന്നു. ഇത് തന്നെയാണ് എക്കോണമി ലെവലിൽ സംഭവിക്കുന്നത്. ഫെസ്റ്റീവ് സീസണിൽ വെജിറ്റബിൾസും മറ്റ് നെസറി ഐറ്റംസിൻ്റെയും സപ്ലൈ വളരെ കുറവായിരിക്കും, പക്ഷെ ഡിമാൻഡ് ഭയങ്കര കൂടുതലായിരിക്കും. ആ സമയത്ത് പ്രൈസ് കൂടും. പുതിയ ഐഫോൺ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് എല്ലാവരും വാങ്ങാൻ വേണ്ടി പോകുന്നുണ്ടാവും, പക്ഷേ സ്റ്റോക്ക് ലെവൽ ലിമിറ്റഡ് ആയിരിക്കും, പ്രൈസ് കൂടിക്കൊണ്ടേയിരിക്കും. സോ ദ ഫോർമുല ഈസ് സിമ്പിൾ. If the demand is higher than the supply, the price will increase. And we call it as demand pull inflation. And ഇത് മാത്രമുള്ള റീസൺ. സപ്പോസ് ഇതേ ബേക്കറി, ഇതേ പബ്സ് 100 പീസ് പെർ ഡേ. ആൾക്കാർ കൂടുന്നില്ല, 100 ആൾക്കാർ മാത്രമേ നിങ്ങളുടെ ഷോപ്പിലേക്ക് വരുന്നുള്ളൂ. പക്ഷേ ഈ പബ്സ് ഉണ്ടാക്കാനുള്ള മൈദയുടെ കോസ്റ്റ്, അതുണ്ടാക്കുന്ന ആൾക്കാരുടെ സാലറിയുടെ കോസ്റ്റ്, റെൻറ്റ്, ഇതുപോലുള്ള കാര്യങ്ങൾ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ഷോപ്പിൻ്റെ ഓണർക്ക് ഒബ്വിയസ്ലി പബ്സിൻ്റെ വില കൂട്ടിയതല്ലാതെ പറ്റില്ല, അല്ലേ? 20 രൂപ കൊടുക്കുന്ന പബ്സ് ഇപ്പം 20 രൂപ കൊടുക്കുന്നത് ലാഭകരമായിരിക്കില്ല. അതുകൊണ്ട് പുള്ളി 20 നിന്ന് 25 ആക്കും. ഇവിടെ ഡിമാൻഡ് കൂടിയത് കൊണ്ടല്ല പുള്ളി പ്രൈസ് കൂട്ടിയത്, കോസ്റ്റ് കൂടിയത് കൊണ്ടാണ്. ഇതിനെയാണ് വി കോൾ ഇറ്റ് ആസ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. ഈ പ്രൈസുകളൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്നൊരു കാര്യമുണ്ട്. ഇന്ത്യക്ക് RBI ഇല്ലേ, നോട്ടുകൾ പ്രിൻ്റ് അടിച്ചൂടെ? കൂടുതൽ നോട്ടുകൾ പ്രിൻ്റ് അടിച്ചിട്ട് നാട്ടുകാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം പൂർണ്ണമായിട്ട് സോൾവ് ചെയ്തൂടെ? തോന്നാറില്ലേ? പക്ഷേ അങ്ങനെയല്ല. ഒരു സ്റ്റോറി പറയാം. 2008 സിംബാബ്വേയിൽ നടന്നിട്ടുള്ള ഒരു റിയൽ സ്റ്റോറി. ഇതേ ഐഡിയ സിംബാബ്വൻ ഗവൺമെൻറ് പ്രയോഗിച്ചു. കൂടുതൽ നോട്ട്സ് അച്ചടിച്ചിട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു. ആദ്യമൊക്കെ അവർ സ്ലോലിയാണ് പ്രിൻ്റ് ചെയ്തെങ്കിലും പിന്നീട് അങ്ങോട്ട് ദേ പ്രിൻറ്റഡ് മോർ ആൻഡ് മോർ മണി ആൻഡ് ദ റിസൾട്ട് വാസ് എ ടോട്ടൽ ഡിസാസ്റ്റർ ഓഫ് എക്കോണമി. 2008 സിംബാബ്വേയുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. ഒരു ബ്രെഡിന്, ഒരു ലോഫ് ഓഫ് ബ്രെഡിന് 300 ബില്യൺ സിംബാബ്വെ ഡോളേഴ്സ് ആയിരുന്നു. ഒരു എഗ്ഗിന്, ഒരു മുട്ടയ്ക്ക് 100 ബില്യൺ സിംബാബ്വെ ഡോളേഴ്സ് കൊടുക്കണമായിരുന്നു. ദ ഇൻഫ്ലേഷൻ റേറ്റ് വാസ് 79 ബില്യൺ%. വെറുതെ പറയുന്നതല്ല, സത്യമായിരുന്നു. അവിടുത്തെ ആൾക്കാർ ബേസിക് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഉന്തുവണ്ടിയിൽ ക്യാഷ് കൊണ്ടുപോകുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഒരു കടയിലേക്ക് കയറുന്ന സമയത്തുള്ള വാല്യൂ ആയിരിക്കില്ല കടയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്. അത്രയും കൊളാപ്സ്ഡ് ആയ സിറ്റുവേഷൻ ആയിരുന്നു സിംബാബ്വൻ എക്കോണമിയുടേത്. ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ വാല്യൂ പോലും സിംബാബ്വൻ ഡോളേഴ്സിന് ഉണ്ടായിരുന്നില്ല. ആൻഡ് ഫൈനലി ദേ ഹാഡ് ടു അബൻഡൻ ദെയർ ഓൺ കറൻസി. എന്താണ് ഇവിടെ സംഭവിച്ചത് മനസ്സിലായോ? ഗവൺമെൻറ് കൂടുതൽ നോട്ടുകൾ അച്ചടിച്ചു, പക്ഷേ ഇത് വാങ്ങാനുള്ള പ്രൊഡക്ട്സോ ഗുഡ്സോ സർവീസസിൻ്റെയോ പ്രൊഡക്ഷൻ കൂട്ടിയില്ല. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസിനാണ് എക്കണോമിക് വാല്യൂ എന്ന് പറയുന്നത്. അത് വിൽക്കാനും വാങ്ങാനുമുള്ള മീഡിയം ഓഫ് എക്സ്ചേഞ്ച് മാത്രമാണ് പണം അല്ലെങ്കിൽ മണി എന്ന് പറയുന്നത്. കൂടുതൽ നോട്ട്സ് അച്ചടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി കുറയും. ഒരു ജ്യൂസിലേക്ക് വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്യുന്ന പോലെ വോളിയം കൂടും, പക്ഷേ ടേസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ത്യയിൽ ഈ പറയുന്ന വാല്യൂ കൺട്രോൾ ചെയ്യുന്നത് RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി ഇതെങ്ങനെയാണ് RBI കൺട്രോൾ ചെയ്യുന്നത് എന്ന് നോക്കാം. RBIയുടെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ റേറ്റ് 4 to 6% റേഞ്ചിൽ നിലനിർത്തുക എന്നുള്ളതാണ്. അതിൻ്റെ മെയിൻ വെപ്പണായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് തന്നെയാണ്. സപ്പോസ് പ്രൈസ് വല്ലാണ്ട് കൂടുന്നുണ്ട്, ആൾക്കാർ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ്സ് കൂട്ടി വെക്കും. റിസൾട്ടായിട്ട് വരുന്നത് ലോണുകൾ എക്സ്പെൻസീവ് ആവും, ആൾക്കാർ ലോണുകൾ എടുക്കാതെയാവും, ബിസിനസ്സിൻ്റെയും ഇൻഡിവിജ്വൽസിൻ്റെയും കയ്യിലുള്ള മണി
കുറയും, ഡിമാൻഡ് കുറയും, പ്രൈസ് സ്റ്റെബിലൈസ് ആവും. ഇനി ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നില്ല, പ്രൈസ് ഇൻക്രീസ് വളരെ സ്ലോ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ലോണുകൾ ചീപ്പാക്കും, ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് വെക്കും. ബിസിനസ്സുകളും ഇൻഡിവിജ്വൽസും ലോൺ എടുത്ത് അത് സ്പെൻഡ് ചെയ്ത് തുടങ്ങും, ഡിമാൻഡ് കൂടും, പ്രൈസ് ഇൻക്രീസ് ആവും, എക്കോണമി ബൂസ്റ്റ് ആവും. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആണ് രണ്ടാമത്തെ രീതി. RBIയും മറ്റ് നാഷണലൈസ്ഡ് ബാങ്കും തമ്മിലുള്ള ഒരു ഓപ്പറേഷൻസ്. മാർക്കറ്റിൽ ഫണ്ടിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ RBI ബോണ്ടിന്റെ രീതിയിൽ ബാങ്കുകൾക്ക് ഫണ്ട് റിലീസ് ചെയ്യും. ഈ ഫണ്ട് ഇൻഡിവിജ്വൽസിനും ബിസിനസിനും ലോൺ ആയിട്ട് കൊടുത്ത് മാർക്കറ്റിലുള്ള ക്യാഷ് റിക്വയർമെന്റ് മീറ്റ് ചെയ്യും. ഇനി മാർക്കറ്റിൽ കൂടുതൽ ഫണ്ട് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ RBI ഇതേ ബാങ്കുകളിൽ നിന്ന് ഈ ബോണ്ടുകൾ തിരിച്ചു വാങ്ങി മാർക്കറ്റിലുള്ള എമൗണ്ടുകൾ കുറച്ച് വെക്കും. ഇതിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. കറൻസി മാനേജ്മെന്റും RBI ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പുതിയ നോട്ടുകൾ അച്ചടിക്കുക, പഴയതിന് റീപ്ലേസ് ചെയ്യുക, ഫേക്ക് കറൻസിയെ ടാക്കിൾ ചെയ്യുക, ഇതൊക്കെ RBIന്റെ ഫീൽഡിൽ വരുന്നതാണ്. തോന്നുന്നത് പോലെ അവർക്ക് അച്ചടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സും എക്കണോമിക് ഗ്രോത്തും GDP ഒക്കെ നോക്കി സ്ട്രിക്റ്റ് കാൽക്കുലേഷൻസ് യൂസ് ചെയ്തിട്ട് സ്ട്രിക്റ്റ് റൂൾസിനനുസരിച്ചിട്ടായിരിക്കണം ഓരോ നോട്ടുകളും അവർ അച്ചടിക്കേണ്ടത്. ഇതൊക്കെ വെച്ചിട്ടാണ് RBI അവരുടെ മെയിൻ ചാലഞ്ച് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ റേറ്റ് 2 to 6% അണ്ടറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് നോക്കാം. നമ്മുടെ ജീവിത രീതിയെ, നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ, നമ്മുടെ ഡെയിലി എക്സ്പെൻസിനെ എങ്ങനെയാണ് ഇൻഫ്ലേഷൻ എഫക്ട് ചെയ്യുന്നത്? സാലറി വേഴ്സസ് എക്സ്പെൻസ് ഗ്യാപ്പ്. അതായത് നിങ്ങൾക്ക് 1 lakh rupees സാലറി ഉണ്ട്. ആ സാലറി വെച്ചിട്ട് നിങ്ങളൊരു ബൈക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. ഈ വർഷം നിങ്ങൾക്ക് വാങ്ങാനാണെങ്കിൽ 1 lakh rupees തന്നെയാവും. പക്ഷെ നിങ്ങൾ വിചാരിക്കുകയാണ് വേണ്ട, ഈ വർഷം വാങ്ങണ്ട, നെക്സ്റ്റ് ഇയർ വാങ്ങാം എന്നുള്ളത്. അടുത്ത വർഷം ഇൻക്രിമെൻ്റ് ആവുമല്ലോ, സാലറി ഇൻക്രിമെൻ്റ് ആകുന്ന സമയത്ത് അത് വെച്ചിട്ട് വാങ്ങാം എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സാലറി ഇൻക്രിമെൻ്റ് ആയി 5% നിങ്ങൾക്ക് ഇൻക്രിമെൻറ്റ് കിട്ടി. സാലറി ഈസ് 1,05,000. പക്ഷേ ആ സമയമാകുമ്പോൾ ഇതേ ബൈക്കിന് ഇൻഫ്ലേഷൻ കാരണം പ്രൈസ് വിൽ ബി 1,07,000. അതായത് ഈ വർഷം നിങ്ങൾ വാങ്ങുന്നതിനേക്കാളും 7,000 രൂപ അധികം കൊടുത്തിട്ട് അടുത്ത വർഷം വാങ്ങേണ്ടതുണ്ട്. ആൻഡ് നിങ്ങളുടെ സാലറി ഇൻക്രിമെൻറ്റ് അത്ര പോലും ഇൻക്രീസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇതാണ് ബേസിക്കലി സാലറി വൈസ് എക്സ്പെൻസ് ക്യാപ്പ് എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ അതിനനുസരിച്ച് നമ്മുടെ സാലറി കൂടുന്നില്ല എന്നുള്ള സിറ്റുവേഷൻസ്. ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ബാധിക്കുന്നത് പല രീതിയിലാണ്. പെട്രോളിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നെസസറി ഐറ്റംസിൻ്റെ, തക്കാളിയുടെയും മുട്ടയുടെയും ബ്രെഡിൻ്റെ ഒക്കെ എക്സ്പെൻസ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സാലറി അതിനനുസരിച്ച് ഇൻക്രീസ് ആവുന്നില്ല എങ്കിൽ, നമ്മുടെ ബിസിനസ് ഇൻകം അതിനനുസരിച്ച് ഇൻക്രീസ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ വിൽ ഓൾവേസ് ബി ട്രാപ്ഡ് ഇൻ ദാറ്റ് മിഡിൽ ക്ലാസ് ട്രാപ്പ് തിങ്. ഇനി റിട്ടയർമെൻറ്റ് പ്ലാനിലേക്ക് നോക്കുന്നതാണെങ്കിലും, സപ്പോസ് നിങ്ങൾക്കിപ്പോൾ 30,000 റുപ്പീസിൻ്റെ സാലറി ഉണ്ട്. ഇത് വെച്ചിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ബെറ്റർ ആയിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഇപ്പം കംഫർട്ടബിളി പറ്റുന്നുണ്ടെങ്കിൽ പോലും ഒരു 30 years കഴിഞ്ഞിട്ട് ആവറേജ് 7% ഇൻക്രീസ് ഇൻ പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാൽ ഇതേ ലൈഫ് സ്റ്റൈലിൽ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കണം എന്നാണെങ്കിൽ അന്നത്തെ പ്രൈസ് ഏകദേശം 2,28,000 rupees ആയിരിക്കും. സൗണ്ട്സ് സ്കൈറി, റൈറ്റ്? ദിസ് ഈസ് ഹൗ കോമ്പൗണ്ടിങ് എഫക്ട് വർക്ക്സ് ഇൻ റൈസിങ് പ്രൈസസ്. ബട്ട് ഡോണ്ട് വറി, വി ഹാവ് സൊല്യൂഷൻ ഫോർ ദാറ്റ്. അതിന് ബേസിക്കലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ മണി പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്മാർട്ടായിട്ട് നിങ്ങൾ മണിയെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെല്ലാം സൊല്യൂഷൻസ് ഉണ്ട്. One way I can say to you, first thing, നിങ്ങളുടെ ടോട്ടൽ മണിയെ നിങ്ങൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് വൺ ഈസ് എമർജൻസി ഫണ്ട്. നിങ്ങൾ 3 to 6 months സാലറി എമർജൻസി ഫണ്ടായിട്ട് സേവിങ്സ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ FD ആയിട്ടോ കീപ്പ് ചെയ്യുക. എപ്പോഴെങ്കിലും എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ, ജോലി പോകുകയോ അല്ലെങ്കിൽ മെഡിക്കൽ എമർജൻസിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ ഫണ്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റണം. സെക്കൻഡ് പാർട്ട് ഈസ് ഇൻവെസ്റ്റ്മെന്റ്സ്. നിങ്ങൾക്ക് നിങ്ങളുടെ മണി ഇൻവെസ്റ്റ്മെന്റ്സിലേക്കായിട്ട് സ്റ്റോക്കിലോ മ്യൂച്വൽ ഫണ്ട്സിലോ എവിടെ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാം. നോർമലി സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് 12 to 15% ആവറേജ് റിട്ടേൺസ് കിട്ടാറുണ്ട്. മ്യൂച്വൽ ഫണ്ട്സിൽ നിന്നും 12 to 50% ആണ് റിട്ടേൺസ് കിട്ടാറുള്ളത്. ഇനി ഇതൊന്നും അല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ FDയിലെങ്കിലും ഫണ്ട് ഇട്ട് വെക്കുക. അതായത് FDയുടെ റിട്ടേൺസ് 7% ആണ്. ഇൻഫ്ലേഷൻ റേറ്റ് 7% താഴെയാണെങ്കിൽ FD റിട്ടേൺസ് ക്യാൻ ആക്ച്വലി സേവ് യു ടു ആൻ എക്സ്റ്റെൻറ്റ് ഫ്രം റൈസിംഗ് പ്രൈസസ് ആൻഡ് ഇൻഫ്ലേഷൻ. ഇനി ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എമർജൻസി ഫണ്ടുകളെ റിസ്ക് എലമെന്റ്സ് ഉള്ള സ്റ്റോക്കുകളിലോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സിലോ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതേപോലെ എല്ലാ ഫണ്ടുകളും എമർജൻസി ഫണ്ടായിട്ട് കീപ്പ് ചെയ്യാതിരിക്കുകയും വേണം. രണ്ടിനെ രണ്ടായിട്ട് ട്രീറ്റ് ചെയ്തതിനാൽ നിങ്ങൾ അത്യാവശ്യം വരുന്ന സമയത്ത് എമർജൻസി ഫണ്ട് കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഇനി അങ്ങോട്ടേക്ക് ഗ്രോത്ത് പെർസ്പെക്റ്റീവിൽ ആലോചിക്കുമ്പോൾ ലോങ് ടേമിൽ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് നിങ്ങൾക്ക് ബെറ്റർ റിട്ടേൺസ് തരുന്നുണ്ടാവും. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് യു ടു നോട്ടീസ് ഈസ് ദാറ്റ് you must invest in things that give you more returns than our country inflation rate. ഇനി ഇൻകം സൈഡ് മാത്രം നോക്കിയാൽ പോരാ, എക്സ്പെൻസിൻ്റെ സൈഡും കൂടി നോക്കണം. നമ്മൾ എത്ര തന്നെ എക്സ്പെൻസ് കട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഇറ്റ്സ് ഓൺലി എ ഷോർട്ട് ടേം സൊല്യൂഷൻ. ലോങ് ടേമിലേക്ക് വരുന്ന സമയത്ത് നമുക്കത് കൺട്രോൾ ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഇൻകം ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇൻകം ഇൻക്രീസ് ചെയ്യാം? സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം, ഓൺലൈൻ കോഴ്സ് എടുത്തിട്ട് പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് പോകാം, ഫ്രീലാൻസിങ് ചെയ്യാം, പാർട്ട് ടൈം ചെയ്യാം, അല്ലെങ്കിൽ സൈഡ് ഹസൽസോ ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്തിട്ട് ഇൻകം ഇൻക്രീസ് ചെയ്യാം. ദ മെയിൻ പോയിന്റ് ഈസ് ദാറ്റ് പ്രൈസ് കൂടുന്നതിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഇൻകം ഇൻക്രീസ് ആകണം. ഡെയിലി ലൈഫിലെ ഫിനാൻസുകൾ കൃത്യമായി പ്ലാൻ ചെയ്യുക, എക്സ്പെൻസുകൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കൃത്യമായി ട്രാക്ക് ചെയ്യുക. ബേസിക്കലി ലേൺ ആൻഡ് സ്റ്റേ അപ്ഡേറ്റഡ്. മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഇൻഫ്ലേഷൻ എന്താണ്, അല്ലെങ്കിൽ ഇതുപോലുള്ള എക്കോണമിയെ ബാധിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ എക്കോണമി മുന്നോട്ട് പോകുന്നത്, ഇതിന് എനിക്ക് എങ്ങനെ പുറത്തെടുക്കാൻ വേണ്ടി പറ്റും
എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അപ്ഡേറ്റ് ആയിട്ടിരിക്കുക. നോളജ് ഈസ് ദ ബിഗ്ഗസ്റ്റ് വെപ്പൺ ദാറ്റ് യു ക്യാൻ ഹാവ് ആൻഡ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് യു ടു മേക്ക് ബെസ്റ്റ് ഡിസിഷൻസ് ഫോർ യു ആൻഡ് യുവർ കരിയർ. So if you want to have more finance and accounts related content, please subscribe to Hacker Finance School and see you on the next video.